നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റിയാദ് സീസൺ കപ്പിൻ്റെ കലാശ പോരാട്ടമാണ്. അൽ ഹിലാലും അൽ നസറും തമ്മിൽ റിയാദിലെ കിങ്ഡം അറീനയിൽ വെച്ച് ഇന്ത്യൻ സമയം രാത്രി 11:30 ഏറ്റുമുട്ടുന്നത്. മത്സരം വിജയിച്ചാൽ അൽ ഹിലാലിന് കിരീടം ചൂടാം, അൽ നസറിന് സമനിലയാണെങ്കിൽ പോലും കിരീടം ചൂടാൻ പറ്റും. കാരണം ആദ്യ മത്സരങ്ങളിൽ രണ്ട് ടീമും വിജയിച്ചെങ്കിലും ഗോൾ ഡിഫറൻസിൽ മുന്നിലുള്ളത് അൽ നസറാണ്. 4-3 അൽ ഹിലാൽ ഇന്റർ മയാമിയെ തോൽപ്പിച്ചതെങ്കിൽ ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ് ഇന്റർ മയാമിയെ അൽ നസർ തോൽപ്പിച്ചിരുന്നത്. മയാമിക്കെതിരെ കളിച്ച പോലെയല്ല ഈ മത്സരത്തിന് രണ്ട് ടീമുകളും വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൻ്റെ ടീമിലെ വിദേശ താരങ്ങളടക്കം എല്ലാവരും ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് പോയ താരങ്ങളൊക്കെ മടങ്ങിയെത്തി, എല്ലാവരും അവൈലബിൾ ആണ് എന്ന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹോർഗെ ഹീസസ് പറയുകയുണ്ടായി. ഇപ്പം ഇന്റർ മയാമിക്കെതിരെ കളിക്കുമ്പോൾ യാസിൻ ബോനോ, ഖാലിദു കൂലിബലി, അതുപോലെ സൗദി ദേശീയ ടീമിലേക്ക് പോയ സലീം അൽ ദൗസാരി തുടങ്ങിയ സുപ്രധാന താരങ്ങൾ അൽ ഹിലാലിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ഇന്റർ മയാമിയെ മറികടന്നു. അതുപോലെ അൽ നസറിന്റെ കാര്യത്തിലും ഇപ്പം താരങ്ങളൊക്കെ അവൈലബിൾ ആണ്. പരിക്കേറ്റ ക്രിസ്ത്യാനോ റൊണാൾഡോ, ആഫ്കോണിന് പോയ സാദിയോ മാനെ, പുതുതായി സൈൻ ചെയ്ത അസീസ് ബഹിച്ച് തുടങ്ങിയവരൊന്നും ഇന്റർ മയാമിക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇന്റർ മയാമിയെ തകർത്ത് തരിപ്പണമാക്കി അൽ നസർ. ഏതായാലും ഇപ്പോൾ എല്ലാവരും അടങ്ങുന്ന ശക്തമായ ടീമും കൊണ്ട് തന്നെയാണ് ഇരു ടീമും കളിക്കാൻ ഇറങ്ങുന്നത്. ഇപ്പം അൽ നസറിന്റെ കാര്യത്തിൽ സുൽത്താൻ അൽ ഖനം, നവാഫ് അൽ അഖീദി എന്നിവരുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, കളിക്കാൻ സാധ്യതയില്ല. സൗദി അറേബ്യൻ ഫെഡറേഷന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് ആ രണ്ട് താരങ്ങളുടെ കാര്യത്തിലും. രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അൽ ഹിലാലിൻ്റെ ഗോൾ കീപ്പറായിട്ട് യാസിൻ ബോനോ ഉണ്ടാകും. ഡിഫൻസിൽ സൗദ് അബ്ദുൽ ഹമീദ്, പിന്നെ ഖാലിദു കൂലിബലി, അതുപോലെ അലി അൽ ബുലൈഹി, കൂടെ റനൻ ലോദി എന്നിവരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ മിലങ്കോവിച്ച് സേവിച്ച്, ഒപ്പം റൂബൻ നെവസ്, പിന്നെ മുന്നേറ്റങ്ങൾ നയിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി മാൽക്കം, മുന്നേറ്റത്തിൽ വളരെ കൃത്യമായിട്ട് മൈക്കൽ ഡെൽഗാഡോ, മിട്രോവിച്ച്, കൂടെ സലീം അൽ ദൗസാരി. കിടിലൻ ടീമും കൊണ്ട് അൽ ഹിലാൽ ഇറങ്ങും എന്നർത്ഥം. അൽ നസറിന്റെ ഭാഗത്ത് ഗോൾ കീപ്പറായിട്ട് റഗദ് അൽ നജ്ജാർ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം നമുക്കറിയാം, ഓസ്മനിക്ക് പരിക്കാണ്. നവാഫ് അൽ അഖീദിക്ക് ഇതുവരെ സൗദി അറേബ്യൻ ഫെഡറേഷന്റെ തീരുമാനം വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കളിക്കില്ല. അപ്പോൾ റഗദ് അൽ നജ്ജാർ ഗോൾ കീപ്പറായിട്ടുണ്ടാവും. ഡിഫൻസിൽ ലപ്പോർട്ടും അൽ അമ്രിയും സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് ടെല്ലസും ബൗഷലുമായിരിക്കും. സുൽത്താന് കളിക്കാൻ കഴിയില്ല. മധ്യനിരയിൽ അൽ ഖൈബരി, ബ്രസോവിച്ച്, ഒട്ടാവിയോ എന്നിവരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റത്തിൽ ഖരീബും ക്രിസ്ത്യാനോ റൊണാൾഡോയും ആൻഡേഴ്സൺ ടാലിസ്കയും, അസീസ് ബഹിച്ചും സാദിയോ മാനയും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രണ്ട് ടീമും കരുത്തുറ്റ നിരയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഇന്ന് തീ വാറുമെന്ന് ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.